നമസ്കാരം. UPSC മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ജൂൺ 2021 ദ ഹിന്ദു ന്യൂസ് പേപ്പറാണ്, ഡൽഹി എഡിഷൻ. അതിൽ നമ്മൾ UPSC പെർസെപ്ഷനിലുള്ള ആർട്ടിക്കിൾസും എഡിറ്റോറിയൽസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഇതിനായിട്ട് അവസാനം ഒരു ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇന്നത്തെ വാർത്തയിലേക്ക് നോക്കാം. ഇന്ന് ഫസ്റ്റ് ഒരു ആർട്ടിക്കിൾ എടുക്കുന്നത് ബ്രേക്കിംഗ് ദ സൈക്കിൾ ഓഫ് ചൈൽഡ് ലേബർ ഈസ് ഇൻ ഇന്ത്യാസ് ഹാൻഡ്സ്. അതായത് COVID-19 ശേഷം ചൈൽഡ് ലേബറിൽ വന്ന മാറ്റവും കാര്യങ്ങളൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ കണ്ടക്സ്റ്റ് എന്താ നോക്കാം. അതായത് ഇതിൽ പറഞ്ഞു വെച്ചാൽ ഇമ്പാക്ട് ഓഫ് ദ COVID-19 പാൻഡമിക് ഓൺ ചൈൽഡ് ലേബർ ഈസ് യെറ്റ് ടു ബി മെഷേർഡ്, ബട്ട് ഓൾ ദി ഇൻഡിക്കേഷൻ ഷോസ് ദാറ്റ് ഇറ്റ് വുഡ് ബി സിഗ്നിഫിക്കൻറ്റ് ആസ് ദ ചിൽഡ്രൻ ആർ അൺഎബിൾ ടു അറ്റൻഡ് ദ സ്കൂൾ ആൻഡ് പാരൻസ് ആർ അൺഎബിൾ ടു ഫൈൻഡ് വർക്ക്. പാരൻസിന് ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികൾക്ക് അവരുടെ പഠനം എത്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വല്ലതും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ ചൈൽഡ് ലേബറിലേക്ക് പോവുകയാണ്. ഓക്കെ, ജോലി നോക്കി പോവുകയാണ്. നമുക്കിനി ചൈൽഡ് ലേബറിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കാം. ഗ്ലോബലി എന്താ അവസ്ഥ നോക്കാം. മൊത്തം പറയുകയാണെങ്കിൽ 152 മില്യൺ ചിൽഡ്രൻസ് ഇപ്പോഴും ചൈൽഡ് ലേബറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 73 മില്യൺ പീപ്പിൾസും ഹസാർഡസ് വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് 152യുടെ പകുതിയോളം കുട്ടികൾ ചെയ്യുന്ന ഹസാർഡസ് വർക്കുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ട് NSS റിപ്പോർട്ട് 2017-18 പറയുന്നത് 95% ഓഫ് ചിൽഡ്രൻ ഓഫ് ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 13 ഇയർ 6-13 വയസ്സിലുള്ള കുട്ടികൾ സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫോർമലായാലും ഇൻഫോർമൽ സ്കൂളിലായാലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ 13 ശേഷം 14 വയസ്സും 17 വയസ്സിനിടയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇവർ 79.6% കുട്ടികൾ മാത്രമേ സ്കൂളിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളോട് പോയി ബാക്കിയുള്ള പെർസെൻറ്റേജ് കുട്ടികളും ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇൻ ഇന്ത്യ റിമെയിൻ വൾണറബിൾ ആൻഡ് ഫേസിങ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിസ്ക് ടു ദ ഹെൽത്തി ഡെവലപ്മെൻറ്റ്. ബാക്കിയുള്ള കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഫിസിക്കലി ആയാലും സൈക്കോളജിക്കലി ആയാലും അവരുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഒരു പ്രശ്നമായിരിക്കുകയാണ്. ഓക്കെ, സ്കൂൾ ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ആ 15% വരുന്ന കുട്ടികളാണ് കൂടുതലും ചൈൽഡ് ലേബറിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദ സെൻസസ് ഓഫ് ഇന്ത്യ 2011 വന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ 10.1 മില്യൺ ചിൽഡ്രൻസാണ് ഇന്ത്യയിൽ ചൈൽഡ് ലേബറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു 8.1 മില്യൺ കുട്ടികളും റൂറൽ ഏരിയയിലുള്ളതാണ്. അവർ വളരെ അഗ്രികൾച്ചറിലും എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇതാണ് കുട്ടികൾ കൂടുതലും വർക്കിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് അന്നത്തെ റിപ്പോർട്ടിൽ അത് ഉണ്ടാകും. 2011 റിപ്പോർട്ടിൽ അത് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ലെജിസ്ലേഷനിൽ ഈ ചൈൽഡ് ലേബറിനെതിരെയുള്ള, അതായത് എങ്ങനെയും പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള ആക്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നോക്കാം. ചൈൽഡ് ആൻഡ് അഡോൾസെൻ്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 ഇത് 2016 ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതിൽ വ്യക്തമായിട്ടൊരു ചൈൽഡിനുള്ള ഡെഫിനേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് എനി പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 14 14 വയസ്സിന് താഴെയുള്ള എല്ലാ പേഴ്സൺസും. അപ്പോൾ ഈ ആക്ട് വിച്ച് പ്രൊഹിബിറ്റ് എംപ്ലോയ്മെൻറ്റ് ഓഫ് എ ചൈൽഡിൻ്റെ എംപ്ലോയ്മെൻറ്റിനെ പ്രൊഹിബിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇൻ എനി എംപ്ലോയ്മെൻറ്റ് ഇൻക്ലൂഡിങ് ഡൊമസ്റ്റിക് ഹെൽപ്പ്, ഒരു ഡൊമസ്റ്റിക് ഹെൽപ്പ് ആയാൽ പോലും അതുവരെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അത്ര എംപ്ലോയ്മെൻറ്റ് പോലും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. അതായത് വീട്ടുജോലികൾക്കൊന്നും വിടാൻ പാടില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീട്ടിലെ ജോലി ചെയ്യാൻ പാടില്ല എന്നല്ല, വീടുകളിൽ ജോലിക്ക് വിടാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അഡോൾസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 14 and 18 14-18 വയസ്സുള്ള കുട്ടികളെയാണ് അഡോൾസെൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൊവിഷൻ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഈ ആക്ട് വിച്ച് പ്രൊഹിബിറ്റ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചൈൽഡിൻ്റെ എംപ്ലോയ്മെൻറ്റ് പ്രൊഹിബിറ്റ് ചെയ്യാനാണ്. അതായത് എല്ലാതരം എംപ്ലോയ്മെൻറ്റും. അതുപോലെ തന്നെ അഡോൾസെൻറ്റിന് വേണമെങ്കിൽ ജോലിക്ക് പോകാം, പക്ഷേ ചെയ്യാൻ പോകുന്ന ജോലി ഒരിക്കലും ഒരു ഹസാർഡസ് ഒക്യുപ്പേഷൻ ആവാൻ പാടില്ല. ഹസാർഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, അതായത് മൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസിൽ എക്സ്പ്ലോസീവായ റിലേറ്റഡ് വർക്ക്, അങ്ങനത്തെ അതിനെയൊക്കെയാണ് ഫാക്ടറി, അതിനെയൊക്കെയാണ് നമ്മൾ ഹസാർഡസ് പ്രോസസ് എന്ന് അറിയപ്പെടുന്നത്. ഫാക്ടറി ആക്ട് ഓഫ് 1948 പ്രകാരം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആസാമിൽ മൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന കുട്ടികളാണ്. കാരണം അവർക്ക് ആ ചെറിയ ഹോളിൽ കൂടെ റാറ്റ് ഹോളിൽ കൂടെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് മൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയൊരു അവിടുത്തെ വർക്ക് ചെയ്യാൻ പോയ കുട്ടികളല്ല, അവിടെ മൈനിങ് നിർത്തി വെച്ച റാറ്റ് ഹോളിൽ ഫുട്ബോൾ കളിക്കാൻ പോയ കുറച്ച് കുട്ടികളും കോച്ചെല്ലാം കൂടെ കുടുങ്ങിപ്പോയിട്ട് അവർ രക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 2 കുട്ടികൾ അതിനുള്ളിൽ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞ്. ഓക്കെ, അങ്ങനത്തെ ഹോളിലൊക്കെ കൂടെ സാധാരണ കുട്ടികൾക്ക് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഏരിയയിൽ ഇവരെ വർക്ക് ചെയ്യിക്കലുണ്ടായിരുന്നു. ഓക്കെ, ആസാമിലൊക്കെ ഉണ്ടായ അവസ്ഥ. അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ് ചൈൽഡ് ആൻഡ് അഡോൾസെൻ്റ് ലേബർ ആക്ട് 1986. പക്ഷേ അതിന് അമെൻമെൻറ്റ് വരുന്നത് 2016 അപ്പോൾ അതിൽ പറഞ്ഞു ആക്ട് അലോസ് ചൈൽഡ് ലേബർ ഇൻ ഫാമിലി ആൻഡ് ഫാമിലി എൻ്റർപ്രൈസസ്. അതായത് വീടിന് വേണ്ടിയോ അല്ലെങ്കിൽ വീടിൻ്റെ ഇപ്പോൾ നമ്മളൊരു കട നടത്താൻ വന്നിരിക്കുക, ആ കടയിൽ വേണമെങ്കിൽ കുട്ടിക്ക് പണിയെടുക്കാം. അങ്ങനെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള ഇതിൽ വേണമെങ്കിൽ
വർക്ക് ചെയ്യാവുന്ന രീതിയിൽ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2016 അമെൻമെൻറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് ചിൽഡ്രൻ ക്യാൻ വർക്ക് ആഫ്റ്റർ സ്കൂൾ അവേഴ്സ്. സ്കൂള് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് വേണമെങ്കിൽ പണിയെടുക്കാം, ഓർ ഇൻ വെക്കേഷൻസിലും പണിയെടുക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്നത്. പിന്നെ ഇന്ത്യ സെൻസസ് 2001 അവർ ഇന്ത്യൻ സെൻസസിൽ പ്രകാരം ചൈൽഡ് ലേബറിന് വ്യക്തമായൊരു ഡെഫിനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ഡെഫിനേഷൻ എന്താ നോക്കാം. ചൈൽഡ് ലേബർ ഈസ് ഡിഫൈൻഡ് ആസ് പാർട്ടിസിപ്പേഷൻ ഓഫ് എ ചൈൽഡ് ലെസ് ദാൻ 17 ഇയർ ഓഫ് ഏജ്, 17 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയുടെ ജോലിക്കുള്ള പാർട്ടിസിപ്പേഷൻ ഇൻ എനി എക്കണോമിക് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആണ് ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ ആ കുട്ടി പങ്കെടുക്കുന്നതിനെയും ചൈൽഡ് ലേബർ ആണ് പറയുക. വിത്ത് ഓർ വിത്തൗട്ട് കോമ്പൻസേഷൻ, വേജ് ഓർ പ്രോഫിറ്റ്. കോമ്പൻസേഷൻ കിട്ടുമോ കിട്ടാതെയോ, അല്ലെങ്കിൽ ശമ്പളം കിട്ടിയോ കിട്ടാതെയോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ലഭിക്കുകയോ ഇല്ലാതെയോ, ഏത് രീതിയിൽ പങ്കെടുത്താലും അതൊക്കെ ചൈൽഡ് ലേബർ എന്നാണ് വരിക. ഇതാണ് സെൻസസ് വന്നിരുന്ന ഡെഫിനേഷൻ. അതുപോലെ ഫാക്ടറി ആക്ട് 1948 വ്യക്തമായിട്ട് ഇത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഹിബിറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസ് ബിലോ ഏജ് ഓഫ് 14 ഇയർ. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരിക്കലും ചൈൽഡ് ലേബർ ജോലിക്ക് എടുക്കരുത് എന്നതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഡസ് അലോ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് പ്രീ അഡൽട്ട്, അതായത് അഡോൾസെൻ്റ് ഏജിലുള്ള ആൾക്കാർ, അതായത് 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൾക്കാർ അവിടെ ഫാക്ടറിയിൽ എംപ്ലോയ് ചെയ്യാൻ അനുമതിയുണ്ട്. ഓക്കെ, ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം. പക്ഷെ അതുപോലെ തന്നെ മൈൻസ് ആക്ട് 1952 വ്യക്തമായി പറയുന്നത് ഇറ്റ് പ്രൊഹിബിറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ 18. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഒരിക്കലും മൈൻസിൽ പണിയെടുപ്പിക്കരുത്, കാരണം അതൊരു ഹസാർഡസ് വർക്കായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 24 പറയുന്നത് നോ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 14 ഇയർ. 14 വയസ്സിന് താഴെയുള്ള കുട്ടി ഒരിക്കലും ഷാൽ ബി എംപ്ലോയിഡ് ടു വർക്ക് ഇൻ എനി ഫാക്ടറി ഓർ മൈൻ ഓർ എൻഗേജ്ഡ് ഇൻ എനി അതർ ഹസാർഡസ് എംപ്ലോയ്മെൻറ്റ്. ഒരിക്കലും ഒരു ഫാക്ടറിയിലോ മൈനിലോ അല്ലെങ്കിൽ ഹസാർഡസ് എംപ്ലോയ്മെൻ്റ് ആയിട്ടോ വർക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ പറയുന്നുണ്ട് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഇറ്റ് മാൻഡേറ്റ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിച്ചിരിക്കണം. ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് സ്കൂളിൽ ഒരു കുട്ടിയെ ചേർത്ത് വന്നിരിക്കുക. സോ നമുക്ക് ചേർക്കാൻ ഫീസ് വേണ്ട, പഠിപ്പിക്കാൻ ഫീസ് വേണ്ട, 10ാം ക്ലാസ് വരെ നമുക്കൊരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ 14 വയസ്സുള്ളൊരു കുട്ടിക്ക് ഒരു ഫീസും കൊടുക്കാതെ തന്നെ പഠിക്കാനുള്ള അവകാശം 2009 വന്നതാണ്. അതുപോലെ നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ ഇൻ 1987. അപ്പോൾ ഈ 14 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ കമ്പൽസറി ചെയ്യുന്നത് എല്ലാവരും സ്കൂളിൽ പോകാനും ബേസിക് വിദ്യാഭ്യാസം ഉറപ്പിക്കാനും വേണ്ടിയാണ്. ഓക്കെ, ഈ നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ ഇൻ 1987 ആർട്ടിക്കിൾ 24 പറഞ്ഞ അതേ പോയിന്റ് തന്നെ വരുന്നുള്ളൂ, വേറൊന്നും പുതിയതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു പേഴ്സണായാലും 14 വയസ്സ് വരെ ചൈൽഡ് എന്നാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ അടുത്ത് എന്തൊക്കെയാണ് കോസസ് ഓഫ് ചൈൽഡ് ലേബർ, എന്തുകൊണ്ടാണ് ചൈൽഡ് ജോലിക്ക് പോകേണ്ടി വരുന്നത് എന്ന് നോക്കാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിസെഫ് സജസ്റ്റ് ദാറ്റ് പോവർട്ടി ഈസ് ദ ബിഗ്ഗസ്റ്റ് കോസ് ഓഫ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബറിനുള്ള മെയിൻ കാരണം പോവർട്ടിയാണ്. ഓക്കെ, പട്ടിണിയാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. അതായത് വൈൽ പോവർട്ടി ആൻഡ് അൺഅവൈലബിലിറ്റി ഓഫ് ഗുഡ് സ്കൂൾ എക്സ്പ്ലെയിൻ ദ ചൈൽഡ് ലേബർ സപ്ലൈ സൈഡ്. അതായത് ഒരു പോവർട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല സ്കൂൾ ആക്സസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായി എക്കണോമിക് ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ അതെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് ലീഡ്സ് ടു ദി ഗ്രോത്ത് ഓഫ് ലോ പേയിങ് ഇൻഫോർമൽ എക്കണോമി. അതായത് ഫോർമൽ എംപ്ലോയി ഇൻഫോർമൽ എംപ്ലോയി ഉണ്ട്, ഗവൺമെൻറ് കീഴിൽ വരുന്ന എംപ്ലോയീസ് ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഓക്കെ, PF ഗ്രാറ്റുവിറ്റി കിട്ടുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അങ്ങനെ ഇല്ലാത്തവരെ നമ്മൾ ഇൻഫോർമൽ എംപ്ലോയി വിളിക്കുക. സോ അങ്ങനത്തെ ഇൻഫോർമൽ എംപ്ലോയീസ് ഇൻക്രീസ് ചെയ്യും. സോ അവർക്ക് വലിയ ശമ്പളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ദേ ആർ നോട്ട് പെർമനൻറ്റ്. സോ അങ്ങനത്തെ ഇൻഫോർമൽ എംപ്ലോയി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, അതുപോലെ ഹൈ പേയിങ് ഫോറിൻ എംപ്ലോയി കുറയുകയും ചെയ്യും. സോ അതിനെയാണ് നമ്മൾ ഓർഗനൈസ്ഡ് എക്കണോമി ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻഫോർമൽ എക്കണോമി കൂടി വരുമ്പോഴത്തേക്കും തെറ്റും കൂടുതൽ അങ്ങനത്തെ ആൾക്കാർ ആവശ്യം വരും. അതാകുമ്പോൾ അവർക്ക് കുറച്ച് സാലറി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചൈൽഡിൽ ഇന്നൊരു ഡിമാൻഡ് ഉണ്ടാവും, ചൈൽഡ് ലേബേഴ്സിൽ ഡിമാൻഡ് ഉണ്ടാവും, ചെറിയ പൈസക്കാർ പണിയെടുത്തോളും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു പോയിൻ്റാണ് ഇന്ത്യ ഹാസ് എ റിജിഡ് ലേബർ ലോ. ഇന്ത്യക്ക് ഭയങ്കര റിജിഡ് ലേബർ ലോസ് ഉണ്ട്. സോ അങ്ങനത്തെ അതുകൊണ്ട് ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത്ര മണിക്കൂറേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, ഇത്ര എംപ്ലോയീസിന് ഇത്ര സാലറി വേണം, അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു എന്തെന്ന് വെച്ചാൽ ഓർഗനൈസ്ഡ് സെക്ടർ ആവാൻ ആരും താല്പര്യപ്പെടില്ല. വളരെ ചെറിയ കമ്പനിയിൽ തന്നെ എന്നും നിലനിർത്താനും ഒരിക്കലും ലേബറിലോടെ കീഴിൽ വരാതിരിക്കാനും ശ്രമിക്കും. അല്ലെങ്കിൽ അവരെപ്പോഴും ഓർഗനൈസ്ഡ് ലേബേഴ്സിന് വരാം, അൺഓർഗനൈസ്ഡ് ലേബേഴ്സിനായിരിക്കും കൂടുതൽ ശ്രമിക്കുക. കാരണം ഓർഗനൈസ്ഡ് ലേബറിൽ വന്നു കഴിഞ്ഞാൽ ഈ ലോ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. ഓക്കെ, സോ എപ്പോഴും കമ്പനികൾ ശ്രമിക്കുക അൺഓർഗനൈസ്ഡ് ലേബേഴ്സിനെ മാക്സിമം കൂട്ടാനാണ്, അതായത് ചൈൽഡ് ലേബേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ 60% ആൾക്കാരും വർക്ക് ചെയ്യുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്, അതൊരിക്കലും ലേബറിലോടെ കീഴിൽ വരുന്നുമില്ല. പിന്നെ അടുത്തൊരു വിഷയമാണ് ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള മിക്കതും സ്മോൾ ഹോൾഡർ പ്ലോട്ടാണ്. ഇപ്പോൾ US ഒരു
ഫാമറിന് 250 ഏക്കർ മിനിമം ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഇവിടെ ഫാമറിന് 10 ഏക്കറുള്ള ഫാമറുണ്ട്, 5 ഏക്കറുള്ള ഫാമറുണ്ട്, ഓക്കെ, 100 ഏക്കറുള്ള ഫാമുണ്ട്. അങ്ങനെ പല സൈസിലുള്ള ഫാമേഴ്സ്. അതായത് ഇന്ത്യയിലെ ലാൻഡ് ഒരുപാട് ഫാമേഴ്സിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലാൻഡും ചെറിയ ചെറിയ ലാൻഡുകളായിരിക്കും. അപ്പോൾ ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് ഒരിക്കലും ആ ലാൻഡ് കംപ്ലീറ്റ് ആയിട്ട് മെക്കനൈസ് ചെയ്യാനൊന്നും പറ്റില്ല, മെഷീൻസ് യൂസ് ചെയ്ത് ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവർ മസ്റ്റായിട്ട് ലേബേഴ്സിനെ വെക്കേണ്ടി വരും. ഒരുപാട് ലേബറിന് നല്ല രീതിയിൽ ലേബർ റിക്വയർമെൻറ്റ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ കൂടുതൽ ലാഭത്തിന് വേണ്ടി അവർ വീട്ടിലുള്ള കുട്ടികളെ യൂസ് ചെയ്യും, ഫാമിലി മെമ്പേഴ്സ് തന്നെ കൃഷിയിലേക്ക് ഇറങ്ങും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ചൈൽഡ് ലേബേഴ്സ് വരുന്നത്. അങ്ങനെ ചെറുപ്പത്തിൽ ജോലിക്ക് വന്ന് പിന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് ലേബർ ചെയ്ത് അവരങ്ങനെ തന്നെ കൃഷിയിലേക്ക് തന്നെ ജീവിച്ചങ്ങ് പോകുന്നു. ചെറുപ്പത്തിൽ അവർ സ്കൂൾ ആക്സസ് ചെയ്യുന്നില്ല, അങ്ങനെ അവർ എഡ്യൂക്കേഷൻ മുടങ്ങുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളാണ് വഴി തെളിയിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇന്ത്യയുടെ എക്കണോമി ബേസ് ചെയ്തൊരു പോയിന്റാണ് അടുത്തത്. ഇന്ത്യൻ എക്കണോമി എന്നുള്ളത് സർവീസ് റിലേറ്റഡ് ആയ എക്കണോമിയാണ്. അതായത് നമ്മൾ IT റിലേറ്റഡ് സെക്ടേഴ്സും കാര്യങ്ങളൊക്കെ മറ്റുള്ള രാജ്യങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് IT സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്ക് വരുമാനം വരുന്നു. അപ്പോൾ ഇത്തരം IT ജോലികളൊക്കെ പക്ഷെ ഏതെങ്കിലും ഒരു റൂറൽ ഏരിയനെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായകമാണോ? അല്ല. അതായത് ഈ IT ഏരിയ എന്നുള്ളതല്ല, അർബൻ ഏരിയയിലും അതുപോലെ വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് ആ മേഖലയിൽ ജോലി ലഭിക്കുന്നുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടൊരിക്കലും റൂറലിലുള്ള പ്രോവർട്ടി ഇഷ്യൂസ് ഒന്നും മാറുമില്ല, കുട്ടികളുടെ ചൈൽഡ് ലേബർ കുറയുമില്ല. ഓക്കെ, സോ IT സെക്ടേഴ്സിനെ കൊണ്ടൊരിക്കലും അങ്ങനെ ഒരു ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നുമില്ല. ഓക്കെ, ഇതൊക്കെയാണ് ചൈൽഡ് ലേബർ ഇന്ത്യയിൽ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കാനുള്ള കാരണം ഇതൊക്കെയാണ്. സോ എന്തൊക്കെയാണ് റീസെൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് എഫേർട്ട് ഈ ചൈൽഡ് ലേബറിനെ തടയാൻ വേണ്ടി? സോ നമ്മുടെ ഗവൺമെൻറ് നല്ല രീതിയിൽ അതിനെ ലീഡ് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെ എഫേർട്ട് എടുത്ത് നോക്കാം. ഒന്നാമത്തെയാണ് പുതിയ പോളിസീസ് പറയുകയാണെങ്കിൽ ചൈൽഡ് ലേബർ ഇപ്പോൾ ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട്. 2001 2011 കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ചൈൽഡ് ലേബർ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. സോ എന്തുകൊണ്ട് കുറച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു പോവർട്ടിയാണ് ഇവരുടെ ഇഷ്യൂ, തൊഴിലില്ലായ്മയാണ് പ്രശ്നം. സോ തൊഴിൽ കിട്ടുകയാണെങ്കിൽ ഇവർ ഒരിക്കലും കുട്ടികളെ ചൈൽഡ് ലേബറിന് ഇടേണ്ട ആവശ്യം ഇല്ല. സോ അച്ഛനമ്മമാർക്ക് തൊഴിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, നമ്മൾക്കറിയാം MG നരേഗ ആക്ട് 2005. സോ MG നരേഗ പ്രകാരം വീട്ടിലുള്ള മുതിർന്ന ഒരാൾക്ക് ജോലി, 100 ദിവസത്തെ ജോലി അവർക്ക് സ്വയം താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലി ചെയ്യാം. സോ അങ്ങനത്തെ ഒരു സ്കീം നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് അവർക്ക് ശമ്പളം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ ജോലിക്ക് വിടേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. അപ്പോൾ അവർക്ക് പഠിക്കാൻ പോവാം. അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. സോ അത് പറയുന്നത് ഫ്രീ എഡ്യൂക്കേഷനാണ്. 14 വയസ്സുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ തികച്ചും സൗജന്യ എഡ്യൂക്കേഷനാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഫോഴ്സ് ചെയ്യപ്പെടും. ഓക്കെ, സ്കൂളിൽ പോയി പഠിക്കുക എന്നുള്ളത് ഒരു നിർബന്ധിതമായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ മൂന്നാമത്തെ മിഡ് ഡേ മീൽ സ്കീം. അതെ, എല്ലാ കുട്ടികൾക്കും, അതായത് 10th വരെയുള്ള ഗവൺമെൻറ് സ്കൂൾ എല്ലാ സ്കൂളുകളിലും സൗജന്യ ഭക്ഷണം കുട്ടികൾക്ക് ഉച്ചയ്ക്ക്. അപ്പോൾ അവരുടെ ഹെൽത്തിയും പിന്നെ അവരുടെ ന്യൂട്രീഷൻ ലെവലെല്ലാം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ഗവൺമെൻറ് അതിൽ ന്യൂട്രീഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാനും മൊത്തത്തിലുള്ള നാഷണൽ യൂത്തിനെ ഹെൽത്ത് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ 3 സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ അവർ പിന്നെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, പോവർട്ടി എന്നുള്ളത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൺവെൻഷൻ, അതിൽ 130 to 182, അത് 2017 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അവർ കമ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ ഇൻക്ലൂഡിങ് ദ എൻഗേജ്മെൻറ്റ് ഇൻ ഹസാഡസ് ഒക്യുപേഷൻ. കുട്ടികളെ പൂർണ്ണമായും ഹസാഡസ് ഒക്യുപേഷനും അല്ലാതെയും ഉള്ള ചൈൽഡ് ലേബർ സ്റ്റോപ്പ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 2017 തന്നെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് പെൻസിൽ. സോ പെൻസിൽ എന്നത് എന്തുമായി റിലേറ്റ് ചെയ്തതെന്ന് ചിലപ്പം UPSC പ്രിലിംസിൽ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പെൻസിൽ എന്ന് ഓർക്കുക ചൈൽഡ് ലേബർ റിലേറ്റ് ചെയ്തൊരു സാധനമാണ്. സോ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഫോർ ഇഫക്റ്റീവ് എൻഫോഴ്സ്മെൻറ്റ് ഫോർ നോ ചൈൽഡ് ലേബർ പോർട്ടൽ 2017. അപ്പോൾ ഇറ്റ് അലോസ് ഗവൺമെൻറ് ഒഫീഷ്യൽസ്, അതായത് ലോക്കൽ ഗവൺമെൻറ് മുതൽ സെൻട്രൽ ഗവൺമെൻറ് വരെയുള്ള, അതായത് ഗ്രാമപഞ്ചായത്ത് എല്ലാ ലെവലിലും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയോ അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനോ ടു ഷെയർ ഇൻഫോർമേഷൻ ആൻഡ് കോർഡിനേറ്റ് ഓൺ ചൈൽഡ് ലേബർ കേസസ്. അതെ, അതായത് ഏതെങ്കിലും ലെവലിൽ ഒരു ചൈൽഡ് ലേബർ കേസസ് അറിയുകയാണെങ്കിൽ അത് ഈ പോർട്ടലിൽ കയറി നമുക്ക് ഇൻഫോം ചെയ്യാം. അപ്പോൾ അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അത് ലോക്കൽ ലെവലിലും നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും എല്ലാത്തിലും ഒരേപോലെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. എവിടെ ഏതെങ്കിലും ഒരു റീജിയണിൽ ചൈൽഡ് ലേബർ കേസ് നമുക്ക് കാണുവാണെങ്കിൽ നമുക്കിതിൽ റിപ്പോർട്ട് ചെയ്യാം ഫോർ ദ എഫക്റ്റീവ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചൈൽഡ് ലേബർ ലോ. സോ അതുവഴി നമുക്ക് ചൈൽഡ് ലേബർ ലോ എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ആർട്ടിക്കിൾ. സോ നമുക്കിനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം.
സോ അടുത്തത് എക്കണോമിക് റിലേറ്റഡ് ആയൊരു വാർത്തയാണ്. ടെനൻറ്റിയസ് റിവൈവൽ ക്രിയേറ്റിംഗ് ദ ജോബ്സ് ബൂസ്റ്റിംഗ് ഇൻകംസ് അലോങ് ദ വാക്സിനേഷൻസ് ക്യാൻ സസ്റ്റെയിൻ ഇൻ ദ എക്കണോമി. സോ നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് GDP വന്ന ഇപ്പോഴത്തെ ചേഞ്ചും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നൊരു വാർത്തയാണ്. സോ നമ്മൾ GDP റിലേറ്റഡായ എക്കണോമിക് റിലേറ്റഡായ കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഈ എഡിറ്റോറിയലിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമുക്ക് ഇതിന് മുന്നേ ഇപ്പോൾ COVID-19 വന്നതിന് ശേഷം ഇന്ത്യൻ എക്കണോമിക്ക് ഒന്ന് മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഇമ്പാക്റ്റ് എന്നുള്ള ട്വിൻ ഷോക്ക്. ഇത് ഡിമാൻഡിൻ്റെ ഭാഗത്തുനിന്നും സപ്ലൈയുടെ ഭാഗത്തുനിന്നും നമുക്ക് രണ്ട് രീതിയിൽ ഒടുക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ നാട്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറഞ്ഞു. ഓക്കെ, അതായത് ഡിക്ലൈൻ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ കൺസപ്ഷനും കുറഞ്ഞു, ആൾക്കാർ ഉപയോഗവും കുറച്ചു. ഡിക്ലൈൻ ഇൻ കൺസപ്ഷൻ. എന്തുകൊണ്ടങ്ങനെ കുറഞ്ഞു? പല ആൾക്കാർക്കും ജോലി നഷ്ടപ്പെട്ടു. സോ ജോലി നഷ്ടത്തിന് വരുമാനം ഇല്ലാണ്ടായി. അപ്പോൾ പിന്നെ ആൾക്കാർ ഉപഭോഗം കുറച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺസപ്ഷൻ കുറയുമ്പോൾ എന്ത് പറ്റും? പല കമ്പനിക്കും ലഭിക്കുന്ന പ്രോഫിറ്റ് കുറയും. അങ്ങനെ ഡിക്രീസ് ഇൻ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു. അപ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഇൻ NPA. വെച്ചാൽ നോൺ പെർഫോമിങ് അസറ്റ്സ്, അതായത് ലാഭകരമല്ലാത്ത അസറ്റുകൾ ബാങ്കിന് ഇൻക്രീസ് ചെയ്തു. സോ ബാങ്കിന് നഷ്ടമായി തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും തെറ്റി. ബാങ്കിന് ഇപ്പോൾ ഉള്ളവർ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് അടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഇനി ഇങ്ങോട്ടേക്ക് ആർക്കും ലോൺ കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനം ബാങ്കും എടുത്തു. ഏതൊക്കെ സെക്ടറിലുള്ള ആൾക്കാർക്ക്? റിയൽ എസ്റ്റേറ്റിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്, അങ്ങനത്തെ ക്രിട്ടിക്കൽ സെക്ടേഴ്സ്, എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാൻ ചാൻസ് ഉള്ള പോലത്തെ സെക്ടേഴ്സിലെ ആർക്കും ലോൺ കൊടുക്കുന്നില്ല എന്ന് ബാങ്കും തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അവർക്കധികം ക്രെഡിറ്റ് കിട്ടുന്നില്ലെങ്കിൽ, അവർക്കാർക്കും ലോൺ കിട്ടുന്നില്ല, അവരെങ്ങനെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും? ഇപ്പോൾ നമുക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കമ്പനി തുടങ്ങണം. സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുണ്ട്. എനിക്കൊരു 5 ലക്ഷം കൂടി ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുള്ളൂ. എന്നാലും എനിക്ക് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 5 ലക്ഷം ബാങ്ക് തരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ബാങ്ക് തരുന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ലാണ്ടായി. സോ എനിക്കെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? സോ അതാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഇഷ്യൂ. സോ അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നത്. അപ്പോൾ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഉള്ളവർ തന്നെ ഞാൻ പറഞ്ഞു വിടേണ്ടി വന്നു. സോ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ടിൻ ഷോക്ക് എന്ന് പറയുക. ഇതാണ് COVID-19 കാരണം എക്കണോമിയിൽ വന്ന ഏറ്റവും വലിയ ഇഷ്യൂ. സോ ഫസ്റ്റ് ടൈം നമ്മുടെ ഇന്ത്യൻ എക്കണോമി 41 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ എക്കണോമി കുറയാൻ തുടങ്ങി. നെഗറ്റീവ് GDP ഗ്രോത്ത് റേറ്റിലേക്ക് പോയി. അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നോക്കുകയാണെങ്കിൽ അത് 23.9% കുറഞ്ഞു. -23.9% GDP ഗ്രോത്ത് കുറഞ്ഞു. ഈ ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ അത് അത്രയില്ല, പിന്നെ റിവൈവ് ചെയ്യാൻ തുടങ്ങി. എക്കണോമി പിന്നെ തിരിച്ച് പിടിക്കാൻ തുടങ്ങി. -7.5 ഉയർന്നിട്ടുണ്ട്. സോ 1996 ശേഷം ആദ്യമായിട്ടാണ് GDP നെഗറ്റീവ് ആവുന്നത്. സോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യ ഹാസ് റീസെൻ്റ്ലി ഫേസ്ഡ് എക്കണോമിക് റിസഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് fall in overall economic activity for 2 consecutive quarter. ഓരോ ക്വാർട്ടറിൽ നമ്മൾ GDP റേറ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ അടുത്തടുത്തുള്ള 2 കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സിൽ, ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ അടുത്തടുത്തുള്ള 2 കോൺസിക്യൂട്ടീവ് ക്വാർട്ടറിൽ നെഗറ്റീവ് GDP ഗ്രോത്ത് കണ്ടു. അപ്പോൾ അതിനെയാണ് നമ്മൾ എക്കണോമിക് റിസഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പല ആൾക്കാരുടെ ഇൻകം കുറഞ്ഞു, സെയിൽസ് കുറഞ്ഞു, എംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് കാരണം. ഇനി നമുക്ക് ബേസിക്കായിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. സോ ആദ്യം നമുക്ക് GDP എന്താണെന്ന് നോക്കാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP റെഫേഴ്സ് ടു ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ പ്രൊഡക്ട്സ് ആൻഡ് ഗുഡ്സ്. നമ്മുടെ മാർക്കറ്റ് വാല്യൂ, ഓരോ ഗുഡ്സിനും ഓരോ സർവീസസിനും നമ്മൾ കൊടുക്കുന്ന മാർക്കറ്റ് വാല്യൂ. സോ അതിൻ്റെ ഫൈനൽ മാർക്കറ്റ് വാല്യൂവിനാണ് നമ്മൾ GDP എന്ന് വിളിക്കുന്നത്. അത് 2 രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാണ് നോമിനൽ GDP. സോ ഈ വർഷം നമ്മൾ എന്തോരം പ്രൊഡ്യൂസ് ചെയ്യും, അത് ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, സോ അതിനനുസരിച്ച് ഈ വർഷം നമുക്ക് എത്ര GDP ലഭിക്കും, അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ നോമിനൽ GDP എന്ന് പറയുന്നത്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഗുഡ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എക്കണോമിയിൽ എത്ര എമൗണ്ട് ഉണ്ടാക്കും, അതാണ് നമ്മൾ നോമിനൽ GDP. പക്ഷേ റിയൽ GDP എന്നൊരു മെത്തേഡ് ഉണ്ട്. റിയൽ GDPയിൽ നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എല്ലാം എടുക്കും. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബേസ് ഇയറിന്, അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർഷം എടുക്കും. ആ വർഷത്തെ നമ്മൾ ബേസ് ഇയർ എന്ന് വിളിക്കും. സോ ആ ബേസ് ഇയറിന് വെച്ചിട്ട് ഇപ്പോഴത്തെ വർഷത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ഇതിൽ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആസ് പെർ ദ മാർക്കറ്റ് പ്രൈസ് ഇൻ ദ ബേസ് ഇയർ. അന്നത്തെ ബേസ് ഇയറിൽ ഇപ്പോൾ 2010 ബേസ് ഇയർ എടുക്കുന്നെങ്കിൽ 2010 ഒരു സാധനത്തിന് എത്ര വിലയായിരുന്നു, ആ പ്രൈസ് വെച്ചിട്ട് ഇപ്പോൾ എത്ര ഉണ്ടാക്കുന്നുണ്ട് എന്ന രീതിയിലായിരിക്കും നമ്മൾ റിയൽ GDP കണ്ടുപിടിക്കുക. ഓക്കെ, സോ എല്ലാ കേസുകളിലും ഇൻ ദ കേസ് ഓഫ് ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ നടക്കുന്ന കേസിലാണെങ്കിൽ നോമിനൽ GDP വുഡ് ബി ഹയർ ദാൻ ദ റിയൽ GDP. നോമിനൽ GDP നമ്മളിപ്പോഴത്തെ പ്രൈസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന GDPൻ്റെ വാല്യൂ എന്തൊക്കെ വന്നാലും റിയൽ GDPനേക്കാളും കൂടുതലായിരിക്കും. കാരണം റിയൽ GDP അന്നത്തെ പ്രൈസ് വെച്ചല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൂടുതൽ സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കും. ഇനി റിയൽ GDPൻ്റെ എമൗണ്ടാണ് കൂടുതലെന്ന് വിചാരിക്കുക,
ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ചുള്ള GDP എമൗണ്ട് കുറവാണെങ്കിൽ നമ്മളതിനെ ഡിഫ്ലേഷൻ എന്ന് വിളിക്കും. സോ അതാണ് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും തമ്മിലുള്ള വ്യത്യാസം. സോ ഡിഫ്ലേഷൻ സംഭവിക്കണമെങ്കിൽ ഒന്നുകിൽ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസിൽ അതിന് വില ഇടിഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇപ്പം മര്യാദക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഈ രണ്ട് കേസ് വന്നാലും ഡിഫ്ലേഷനാണ് സംഭവിക്കുക. അപ്പോൾ മാർക്കറ്റിൻ്റെ പ്രൈസ് കുറഞ്ഞാലും നമ്മുടെ എമൗണ്ട് കുറയും, നമുക്ക് കിട്ടാനുള്ള വരുമാനം കുറയും. അതുപോലെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഡിമാൻഡ് കുറവാണ്, ആൾക്കാരെ കൊണ്ട് അധികം വാങ്ങാൻ പറ്റുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. സോ എക്കണോമി തകരുക എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇതാണ് ഡിഫ്ലേഷനും ഇൻഫ്ലേഷനും തമ്മിൽ വ്യത്യാസം. സോ നമുക്ക് 2020-21 നാഷണൽ ഇൻകം എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കാം. റിയൽ GDP എടുക്കുകയാണ്. 2011-2012 പ്രൈസ് പ്രകാരം എടുത്ത റിയൽ GDP നോക്കുകയാണെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഉള്ള 135 lakh crores ആണ് 2020-21 കാലഘട്ടത്ത്. ഇൻ കമ്പാരിസൺ ടു 145 lakh crores on 2019-20. പക്ഷേ 2019-20 നോക്കുകയാണെങ്കിൽ അത് 145 lakh crore ആയിരുന്നു. അപ്പോൾ അതിനെന്ത് മനസ്സിലായി? ദ GDP ഗ്രോത്ത് റേറ്റ് ഈസ് -7.3%. GDP ഗ്രോത്ത് കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇൻ 2020-21. ഇൻ കമ്പാരിസൺ ടു 4% ഗ്രോത്ത് റേറ്റ് രജിസ്റ്റേർഡ് ഇൻ 2019-20. 2019-2020 2018 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 4% ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എമൗണ്ട് 2019-20 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ എമൗണ്ട് -7.3% ആയിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് നോമിനൽ GDP നോക്കാം. നോമിനൽ GDP 2020-21 വന്നത് 197 lakh crores ആണ്. പക്ഷേ അതിന് തൊട്ട് മുന്നത്തെ വർഷം വന്നിരുന്നത് 203 lakh crore ആണ്. അപ്പോൾ മനസ്സിലായില്ലേ, GDP ഗ്രോത്ത് റേറ്റ് -3% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നത്തെ വർഷം 7.8% ഉണ്ടായിരുന്നു, അത് -3% ആയി കുറഞ്ഞു പോയി. ഇപ്പോൾ ഇതാണ് സംഭവം. ഇപ്പോൾ നിങ്ങളൊരു കാണുന്ന ഗ്രാഫ് കണ്ടോ, ഇതാണ് ഇന്ത്യയുടെ റിയൽ GDPയുടെ ഗ്രാഫ്. ഒരുപാടങ്ങ് ഉയരാറുമില്ല, എപ്പോഴും ഒരുപാട് താഴാറുമില്ല. പക്ഷേ ഈ 2019 കഴിഞ്ഞ പാടെ ഇത് ഒറ്റ ഇടിയുണ്ടായി താഴത്തേക്ക്. ഓക്കെ, നെഗറ്റീവ് GDP ഗ്രോത്ത് ഉണ്ടായി. സോ നമുക്കിനി എന്തൊക്കെയാണ് GDPനെ അഫക്റ്റ് ചെയ്ത കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാണ് പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ PFCE. സോ സംബന്ധിച്ചാൽ ഡൊമസ്റ്റിക്കായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തോരം കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയുടെ GDPൻ്റെ 60% സാധനങ്ങളും ഡൊമസ്റ്റിക് ഉണ്ടാകുന്ന സാധനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന എമൗണ്ടാണ്. ഓക്കെ, റവന്യൂ ആണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അക്കൗണ്ടിങ് ഓൾമോസ്റ്റ് 60% ഓഫ് ഇന്ത്യാസ് GDP. അപ്പോൾ ഈ ഗ്രാഫ് നോക്കി 58, 59 എല്ലാ വർഷവും നിലനിന്നു. 2019 അത് 59 തന്നെ നിന്നു. 2020 60 കയറി, 2021 പിന്നെ അത് 59 ഡിക്ലൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ COVID-19 പാൻഡമിക് കോസ് അൺസർട്ടനിറ്റി അമോങ് ദ പീപ്പിൾ ലീഡിങ് ടു റിഡക്ഷൻ ഓഫ് കൺസപ്ഷൻ. ആൾക്കാർ കൺസപ്ഷൻ കുറച്ചു. 81 ലക്ഷം കോടിയായിരുന്നു അതിന് മുന്നത്തെ വർഷം കൺസ്യൂം ചെയ്ത ആൾക്കാർ. കഴിഞ്ഞ വർഷം ഒരു 75 ലക്ഷം കോടി മാത്രമേ കൺസ്യൂം ചെയ്തിട്ടുള്ളൂ. അതിനടുത്ത് ആൾക്കാർ സാധനം വാങ്ങുന്നതിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞു. അപ്പോൾ അത് GDPനെ ഒന്ന് ബാധിച്ചു. അടുത്ത രണ്ടാമത്തെയാണ് ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഇതാണ് GDPൻ്റെ സെക്കൻഡ് മേജർ ഡ്രൈവർ. അതായത് ഒരു പ്രൊഡക്ഷൻ്റെ കൺസേൺ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. പ്രൊഡക്ഷൻ കമ്പനികൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ഒരു കമ്പനിക്ക് എന്തോരം ഇൻവെൻട്രി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതും കുറേയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2014 മുതൽ ഇത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങിയതാണ്. 34 32 വന്നു, പിന്നെ അത് 30 വന്നു, 31 ഇടക്കൊന്ന് ഉയർന്നു, 32 എത്തി. 2019 ശേഷത്തെ വാല്യൂ നോക്കുക, അത് 30 വന്നു, 32 നേരെ 30. അപ്പോൾ 2019 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഒരു കമ്പനി എന്തോരം റോ മെറ്റീരിയൽസ് സൂക്ഷിക്കണം, അല്ലെങ്കിൽ എന്തോരം പ്രൊഡക്ഷന് വേണ്ടിയുള്ള സാധനങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത് ആക്ച്വലി കുറഞ്ഞിരുന്നു. ഓക്കെ, പിന്നെ 2020 ശേഷം 21 അത് 27 ഒറ്റയടിക്ക് 3 പോയിൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോരാത്ത കോവിഡ് കൂടെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പാൻഡമിക് കാരണം ശരിക്കും ഡിക്ലൈൻ ചെയ്തു പോയി. അപ്പോൾ ഇറ്റ് ഈസ് എ സെക്കൻഡ് മേജർ. ഇവിടെ എഴുതിയിട്ടുണ്ട് ദിസ് ഇൻ ടേൺ ഹാസ് ലീഡ് ടു ഡിക്ലൈൻ ഇൻ ബോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റും കുറയാണ്, അതുപോലെ ആൾക്കാർ കൺസ്യൂം ചെയ്യുമ്പോഴും കൺസ്യൂംഷൻ കുറയുന്നതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും താല്പര്യപ്പെടുന്നില്ല. ഹെൻസ് ഇന്ത്യൻ എക്കണോമി ഹാസ് ഫേസിങ് സ്ലോ ഡൗൺ ഈവൻ പ്രയർ ടു COVID-19 പാൻഡമിക്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് COVID-19 വരുന്നതിന് മുന്നേ സ്ലോ ഡൗൺ ചെയ്ത് തുടങ്ങിയിരുന്നു. ഓക്കെ, അതുപോലെ GDPയിലേക്ക് കൊടുക്കുന്ന സെക്ടേഴ്സ് നമ്മൾ നോക്കി തരംതിരിക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഒരു ഷെയർ വരുന്നത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സാണ്. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് 17 മുതൽ 18% GDPൻ്റെ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. സോ ആ 18% നിന്ന് ഒറ്റയടിക്ക് അത് 20% വരുന്നു. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നല്ല രീതിയിൽ അഗ്രികൾച്ചർ വന്നു എന്നല്ല, ബാക്കിയുള്ള സെക്ടർ വീക്കായപ്പോൾ അന്ന് ആ സെക്ടർ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ കൂടെ അഗ്രികൾച്ചറിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഉയർന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു സെക്ടറാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടർ ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.
30% ഉണ്ടായിരുന്നതായിരുന്നു, അത് 29% എത്തി. ഇപ്പോൾ അത് പിന്നെയും കുറഞ്ഞു, വെറും 26% എത്തി. ഓക്കെ, കഴിഞ്ഞ 5 വർഷം കൊണ്ട്. അതിൻ്റെ കൂടെ തന്നെ മാനുഫാക്ചറിങ് സെക്ടർ പറയുകയാണെങ്കിലും അതേപോലെ തന്നെ 2015 17% ഉണ്ടായിരുന്നതായിരുന്നു, അവിടെ നിന്ന് ഡിക്ലൈൻ ചെയ്ത് 2020-21 വെറും 17 നിന്നും 15 കുറഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഡിക്ലൈൻ ചെയ്യുന്നത്, അതായത് മാനുഫാക്ചറിങ്ങും ഇൻഡസ്ട്രീസും ഇതിലുണ്ടാകുന്ന എമൗണ്ട്, അതായത് GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറയുകയാണ്. അപ്പോൾ ഇത് നല്ല കാര്യമാണോ മോശം കാര്യമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ സെക്ടറാണ് സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിൽ 2015 വെറും 52% ഉണ്ടായിരുന്നുള്ളൂ, 2020 എത്തിയപ്പോഴത്തേക്കും അത് 55 ഉയർന്നു. അതായത് ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടായ ഒരു സെക്ടറാണ് സർവീസ് സെക്ടർ. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു നോക്കാം. സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ എല്ലാം വരും, IT, ട്രേഡ്, ഹോട്ടൽ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ടൂറിസം എല്ലാം അതിൽ വരും. അതുപോലെ റിയൽ എസ്റ്റേറ്റ്, ഫിനാൻഷ്യൽ സംഭവങ്ങൾ, ഡിഫൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനൊക്കെ എല്ലാം സർവീസാണ്. ഇംഗ്ലീഷ് ഒരു ടീച്ചർ വരെ സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം എന്ത് പറ്റി, ടൂറിസം എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കുറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ കുറഞ്ഞു, ഹോട്ടൽസ് ബിസിനസ് അങ്ങനത്തെ കുറയാണ്. അപ്പോൾ 2020 വരെ 55 എത്തിയ സർവീസ് സെക്ടർ പെട്ടെന്ന് 2021 ആയപ്പോഴത്തേക്കും 54 കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് സർവീസ് സെക്ടറിലുള്ള മാറ്റം. അപ്പോൾ ഇതൊക്കെയാണ് COVID-19 പാൻഡമിക് കാരണം ഉണ്ടായ നമ്മുടെ ഇന്ത്യൻ GDP-നെ തകരാറിലെത്തിച്ച്, അതായത് എക്കണോമിയെ റിവൈവ് ചെയ്യാൻ അതായത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയ ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും റിയൽ GDP-യിലും നോമിനൽ GDP-യിലും വന്ന മാറ്റം, പിന്നെ ഓരോ സെക്ടറിലുണ്ടായ മാറ്റം എന്നുള്ളത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ മെയിൻസ് മാർക്ക്. ഓക്കെ, സോ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യുക. സോ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് നോക്കാം. കോവിഡ് ഡിപ്ലോമസി 2.0 എ ഡിഫറെൻറ്റ് ഓർഡർ ഓഫ് ടാസ്ക്. സോ ഇതെന്താ വെച്ചാൽ നമ്മുടെ വാക്സിൻ മാനുഫാക്ചറേഴ്സും പുതിയൊരു വാക്സിൻ നമ്മൾ പുറത്തേക്ക് എല്ലായിടത്തേക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് അതിനുള്ള പേറ്റൻറ്റും കാര്യങ്ങളും അവരെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സോ അതിനെ റിലേറ്റ് ചെയ്തൊരു ആർട്ടിക്കിളാണ്. സോ എന്തൊക്കെയാണ് നോക്കിയില്ല, കണ്ടക്സ്റ്റും കാര്യങ്ങളും നോക്കാം. അതായത് വാക്സിൻ മാനുഫാക്ചറേഴ്സ് ലൈക്ക് ഫിസയർ ആർ ഡിമാൻഡിങ് ലയബിലിറ്റി വേവർ ഫോർ ദ സപ്ലൈ ഓഫ് വാക്സിൻ. ഓക്കെ, അതായത് വാക്സിൻ ഉണ്ടാക്കുന്ന സൈഫർ പോലത്തെ കമ്പനികൾ ബാധ്യതകളിൽ നിന്നൊരു ഇളവ് അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്, ഇതിൻ്റെ സപ്ലൈ റിലേറ്റഡ് ആയ കാര്യങ്ങളിൽ നിന്നും. അതായത് ഹൂ വിൽ ബി ഹെൽഡ് ലയബിൾ ഇൻ ദ കേസ് ഓഫ് കംപ്ലൈൻറ്റ് ഓഫ് സൈഡ് എഫക്റ്റ്. ഇൻ കേസ് ഇവർ തരുന്ന വാക്സിൻ സപ്ലൈ നടത്തി അതിനെന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടായാൽ, സൈഡ് എഫക്റ്റ് ഉണ്ടായാൽ അതിന് ആര് ഉത്തരവാദിയാവും, അതിൽ നിന്ന് അവരെ ഒഴിവാക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റേറ്റുകൾ ഇങ്ങനെ എന്താ പറയുക, വേറെ പ്രൈവറ്റ് കമ്പനികളിലും ഫേമിൽ നിന്നും വാക്സിൻ എടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലയബിലിറ്റി, അതായത് അതിൻ്റെ ബാധ്യത ഇപ്പോഴും അവരുടെ തലയിൽ തന്നെ ആയിരിക്കും, പ്രൈവറ്റ് കമ്പനീൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരിക്കലും അത് ഏറ്റെടുക്കില്ല. അതിനുശേഷം എന്തെങ്കിലും പ്രീ കണ്ടീഷൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ ആ ഇഷ്യൂ ഒന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുക്കില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അത് ഏറ്റെടുക്കാമെന്ന് പറയുന്നതുകൊണ്ടാണ് ഈ സൈഫർ പോലത്തെ കമ്പനികൾ സെൻട്രൽ ഗവൺമെൻറ് വാക്സിൻ കൊടുക്കാൻ റെഡിയാണെന്ന് ന്യൂസിൽ നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇങ്ങനെ കോൺട്രാക്ട് എടുക്കുമ്പോൾ അതിന് ലീഗൽ പോയിന്റ് എന്തെങ്കിലും ഉള്ളത് നമുക്ക് നോക്കാം. സോ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താ വെച്ചാൽ ഗവൺമെൻറ് ഹാസ് ഇൻക്ലൂഡഡ് ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് ഓൾറെഡി ഗവൺമെൻറ് കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മാനുഫാക്ചറായിട്ട് കോൺട്രാക്റ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ സെക്ഷൻ 124 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി വേവർ ആസ് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി ഗ്യാരണ്ടി ടു സേവ് അതർ പാർട്ടി ഫ്രം ലോസ് കോസ്റ്റ് ബൈ ഹിം ബൈ ദ ആക്ഷൻ ഓഫ് ഗ്യാരണ്ടർ ഹിംസെൽഫ് ഓർ ബൈ ദ ആക്ഷൻ ഓഫ് എനി അതർ പേഴ്സൺ. അതായത് ഇതിൽ അയാൾക്ക്, അതായത് നമ്മൾ കൊടുക്കുന്ന സാധനം കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 വ്യക്തമായി പറയുന്നുണ്ട്. ഓക്കെ, അതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഇൻഡെംനിറ്റി എന്ന് വെച്ചാൽ നഷ്ടപരിഹാരം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ കമ്പനി ശ്രമിക്കുന്നത് ആ നഷ്ടപരിഹാരത്തിൻ്റെ എമൗണ്ട് ഗവൺമെൻറ് ബിയർ ചെയ്യണം എന്നാണ്. അവർക്കറിയാം, കമ്പനിക്ക് അറിയാം ഇത് ഗവൺമെൻറ് ഇവരെ തലയിലിടുന്ന അറിയാം. അതുകൊണ്ട് തന്നെ ആ നഷ്ടപരിഹാരം ഗവൺമെൻറ് ബിയർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വാക്സിൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എല്ലാ വാക്സിൻ മാനുഫാക്ചറേഴ്സും ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഡെവലപ്ഡ് കൺട്രീസ് ചെയ്തിരിക്കുന്നത് നോക്കാം. അതായത് കാനഡ, സിംഗപ്പൂർ, UK, US, യൂറോപ്പ് തുടങ്ങിയ കൺട്രികളിൽ കൺസിഡർ എമൗണ്ട് ഓഫ് ലയബിലിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ നല്ലൊരു എമൗണ്ട് ഗവൺമെൻറ് ബെയർ ചെയ്യും, ബാക്കിയുള്ളത് മാനുഫാക്ചർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻ ഫെബ്രുവരിയിൽ ദ USA ഇൻവോക്ഡ് ദ പബ്ലിക് റെഡ്ലൈനസ് ആൻഡ് എമർജൻസി പ്രിപ്പയർഡ്നെസ് ആക്ട്. അതിൽ പറഞ്ഞു ഇറ്റ് എംപവേഴ്സ് ദ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് സെക്രട്ടറി ടു പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു കമ്പനീസ് മേക്കിംഗ് ഓർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ക്രിട്ടിക്കൽ ഹെൽത്ത് സപ്ലൈ. അതായത് ക്രിട്ടിക്കൽ ഹെൽത്ത് സപ്ലൈസോ വാക്സിൻസോ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ആ ആക്ട് USA കൊണ്ടുവന്നത്. ഓക്കെ,
അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് $250 million കോമ്പൻസേഷൻ ഫണ്ട് ഫോർ ദ സിറ്റിസൺസ് വേവിങ് ഓഫ് ദ ലയബിലിറ്റി ഓഫ് മാനുഫാക്ചർ. മാനുഫാക്ചറിൻ്റെ ബാധ്യതയെല്ലാം ഒഴിവാക്കിയിട്ട് സിറ്റിസൺസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി $250 million സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓക്കെ, അവർ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് എല്ലാ പ്രൈവറ്റ് കമ്പനികൾക്കും വേണ്ടത്. സോ നമ്മുടെ ലീഗൽ പോയിന്റ് എന്താ നോക്കുക ഈ ഇഷ്യൂ ബേസ് ചെയ്തിട്ടുള്ളത്. സോ ആർട്ടിക്കിൾ 294 ക്ലോസ് 4 പറയുന്നത് എന്താ വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് ദ ലയബിലിറ്റി ഓഫ് യൂണിയൻ ഗവൺമെൻറ് മേ അറൈസ് ഔട്ട് ഓഫ് എനി കോൺട്രാക്ട് ഓർ അതർവൈസ്. അതായത് ഒരു വാക്സിൻ മാനുഫാക്ചറായിട്ട് ഗവൺമെൻറ് കോൺട്രാക്റ്റിൽ വന്നു ഇരിക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആ യൂണിയൻ ഗവൺമെൻറ് ആ വാക്സിന് ലയബിളായിരിക്കണം, അല്ലെങ്കിൽ ആ കോൺട്രാക്ടർക്ക് ലയബിളായിരിക്കണം. അതായത് യൂണിയൻ ഗവൺമെൻറ്റാണ് അയാളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടത്, ബാധ്യതകളെല്ലാം ഏറ്റെടുക്കേണ്ടത്. അതായത് മാനുഫാക്ചർ ആർ വർക്കിംഗ് ഫോർ ദ ഗവൺമെൻറ് ആൻഡ് ദെയർ പ്രൊഡക്ഷൻ സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് മേജർലി ഗവേൺഡ് ബൈ പോളിസി ഓഫ് ഗവൺമെൻറ് ആൻഡ് ദീസ് കമ്പനീസ് ആക്ട് ആസ് എ ഏജൻറ്റ്. ഈ കമ്പനി ഗവൺമെൻറ് ഏജൻറ്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവർ മാനുഫാക്ചർ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെല്ലാം ഗവൺമെൻറ്റിന് വേണ്ടിയാണെങ്കിൽ ആ വാക്സിനിലോ അല്ലെങ്കിൽ ആ സാധനത്തിനോ എന്താണ് പ്രൊഡക്റ്റ് അതിൻ്റെ ഫുൾ ലയബിലിറ്റി ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പോയിന്റിൽ, ലീഗൽ പോയിന്റിൽ പറയുന്നത്. സോ ലയബിലിറ്റി ഓഫ് യൂണിയൻ ഗവൺമെൻറ് മേ അറൈസ് ഔട്ട് ഓഫ് എനി കോൺട്രാക്ട്. ഓക്കെ, ഏതൊരു കോൺട്രാക്റ്റിലും ലയബിലിറ്റി ഗവൺമെൻറ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ആ ലയബിലിറ്റിയിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. ഓക്കെ, ഹാസ് ഫ്രീഡ് ഇറ്റ് സെൽഫ് ഓഫ് ഓൾ ലയബിലിറ്റി ആൻഡ് ഷിഫ്റ്റഡ് ദ ലയബിലിറ്റി ടു വാക്സിൻ മാനുഫാക്ചേഴ്സ്. അപ്പോൾ അതാണ് ഇഷ്യൂ. അതുകൊണ്ട് കമ്പനികൾ എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് വാക്സിൻ മാനുഫാക്ചറിങ് ഏജൻറ്റായി വർക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് നേരിട്ട് വാക്സിൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ഇഷ്യൂ. സോ നമുക്കിനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. സോ ലാസ്റ്റ് ആർട്ടിക്കിൾ പറഞ്ഞതെന്ന് വെച്ചാൽ ദ എക്കണോമിക് ടൂൾ കിറ്റ് റിവീൽഡ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി ഇന്ത്യൻ എക്കണോമി വളരെ വീക്കായിരിക്കുകയാണ്. സോ അതിൽ നമുക്കെങ്ങനെ മാനുഫാക്ചറിങ് സെക്ടറിനെയും ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടറിനെയും ഇൻക്രീസ് ചെയ്യാന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് RBI ഒരു എക്സ്പാൻസറി മോണിറ്ററി പോളിസി എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ അതിൻ്റെ കേസ് ചെയ്തുകൊണ്ട് RBI ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റെഡ്യൂസ് പോളിസി റേറ്റ്സ് സച്ച് ആസ് റിപ്പോ റേറ്റ് കുറച്ചു. അതുപോലെ ഇൻജെക്ട് ലിക്വിഡിറ്റി ഇൻ ടു എക്കണോമിയിലേക്ക് കൂടുതൽ മണി ഇൻക്രീസ് ചെയ്തു. ത്രൂ എ കമ്മീഷൻ ഓഫ് ബോത്ത് കൺവെൻഷണൽ ആൻഡ് അൺകൺവെൻഷണൽ പോളിസി ടൂൾസ് സച്ച് ആസ് റിപ്പോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, റിഡക്ഷൻ റിപ്പോ റേറ്റ്, ടാർഗറ്റഡ് ലോങ് ടേം റിപ്പോ ഓപ്പറേഷൻ എക്സെട്ര. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇന്ത്യൻ എക്കണോമിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ മൂന്നാമത്തെ പോയിന്റ്, the RBI has also sought to bring down the yield rate of long-term government sectors through the operation twist. സോ നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ചേഞ്ചും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ അതെങ്ങനെയാണ് ഗവൺമെൻറ് അല്ല RBI എങ്ങനെയാണ് ക്രാക്ക് ഡൗൺ ചെയ്യുന്നതെന്ന കാര്യങ്ങൾ ഞാൻ പറയാം. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ എക്കണോമിയിൽ പഠിക്കും. ഓക്കെ, സോ അതിൻ്റെ അതായത് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി ഫസ്റ്റ് RBI ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഗിവൺ ബൈ ബാങ്ക് ഡിക്രീസ്ഡ്. ബാങ്കുകാർ നമ്മളൊരു ലോൺ എടുത്താൽ ആ ലോണിന് എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. പക്ഷേ അപ്പോൾ RBI ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് പറയുമ്പോൾ എന്തോരും കൂടുതൽ ആൾക്കാർക്ക് ലോൺ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. സോ ദിസ് വിൽ ലീഡ് ടു ഹൈ ക്രെഡിറ്റ് ക്രിയേഷൻ. ആൻഡ് അപ്പോൾ അങ്ങനെ കൂടുതൽ ലോൺ എടുക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ ഓരോ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. കൺസംഷൻ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ എക്കണോമിക് റിവൈവൽ സാധിക്കും എന്നാണ് RBI ഉദ്ദേശിച്ചത്. പക്ഷേ ഡിക്ലൈൻ ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചപ്പോൾ ഹാസ് ഫെയിൽഡ് ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു ഹൈ ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കുമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല. എന്തുകൊണ്ട് നടന്നില്ല വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റിൽ, അതായത് ഇപ്പോൾ എന്ത് ബിസിനസ്സിലേക്ക് ഇപ്പോൾ ഇറങ്ങിയാലും അത് നഷ്ടമായിപ്പോവും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടും കാര്യമില്ല, കോവിഡ് കാരണം ഒരു എക്കണോമിക് ക്രൈസിസ് ആണ് നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കാരണം, നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാരണം നമ്മളാരും ലോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതാണ് അത് റൈസ് ചെയ്യാതിരുന്നത്. ഓക്കെ, സോ ഈ വർഷം ഫിനാൻഷ്യൽ ഇയർ 2020-21 ഏറ്റവും ലോവസ്റ്റ് ക്രെഡിറ്റ് ഗ്രോത്ത് കാണിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായതിൽ. സോ അതിന് എന്തൊക്കെയാണ് പ്രശ്നം നോക്കാം. ഒന്ന് സപ്ലൈഡ് സൈഡ് പ്രോബ്ലം എന്തൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് ആർ സിറ്റിംഗ് ഓൺ സർപ്ലസ് ലിക്വിഡിറ്റി. ബാങ്കിന് ആവശ്യത്തിലധികം പണം ഇപ്പോൾ കയ്യിലുണ്ട്. സോ ദേ ആർ റിലക്റ്റൻറ്റ് ടു ഗീവ് ലോൺസ് ഡ്യൂ ടു ദ ഫിയർ ഓഫ് ഇൻക്രീസിങ് ഇൻ നോൺ പ്രോഫിറ്റബിൾ അസറ്റ്സ്. അവർക്ക് പേടിയാണ് ആ പൈസ ലോണായിട്ട് കൊടുക്കാൻ ഒരാൾക്ക്. ബാങ്കിന് ഇപ്പോൾ ആവശ്യത്തിന് പൈസയുണ്ട്. സോ ഇനി ലോണായിട്ട് കൊടുത്താൽ ഇൻ കേസ് അവർക്ക് തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ
ആ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ഇപ്പോൾ ഗവൺമെൻറ് പറയുകയാണ് ഓക്കെ ഒരു 3 മാസത്തേക്ക് ഇവരെ ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ അസറ്റ് പോയി. ഓക്കെ, അതുകൊണ്ട് അത് നോൺ പെർഫോമിങ് അസറ്റ് എന്നാണ് അതിനെ വിളിക്കുക, ഒരു ഗുണമില്ലാത്ത അസറ്റ് എന്ന് അതിനെ വിളിക്കുക. അങ്ങനെയും മാറും ആ പൈസ. അപ്പോൾ അതിന് ബാങ്കിന് താല്പര്യമില്ല, അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കാതെ വരുന്നത്. അപ്പോൾ ഇതാണ് സപ്ലൈ സൈഡിലുള്ള പ്രോബ്ലം. സോ റേദർ ദാൻ ഗിവിംഗ് ലോൺസ് ബാങ്ക് ആർ പാർക്കിംഗ് ദിയർ സർപ്ലസ് ലിക്വിഡിറ്റി വിത്ത് RBI. അപ്പോൾ ആ പൈസ അവർ RBIയിൽ കൊടുത്തു ത്രൂ റിവേഴ്സ് റിപ്പോ റേറ്റ് പ്രകാരം. ഓക്കെ, അതുപോലെ ഡിമാൻഡ് സൈഡിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ആർ സ്റ്റെയറിംഗ് അറ്റ് ഹൈ ലെവൽ ഓഫ് അൺസർണിറ്റി കോസ്റ്റ് ഡ്യൂ ടു COVID-19 കാരണം അവർക്ക് ഒരു ഇൻഡിവിജ്വൽസിനൊരു കൺഫ്യൂഷനാണ്, പ്രൈവറ്റ് സെക്ടേഴ്സിനായാലും ഇൻഡിവിജ്വൽസിനായാലും. ഓക്കെ, അതുപോലെ തന്നെ പുവർ സെൻറ്റിമെൻറ്റ് എമംഗ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഹാസ് ലീഡ് ടു ലോവർ ഡിമാൻഡ് ഓഫ് ലോൺസ്. അപ്പോൾ ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ ലോണിനോടൊരു ഡിമാൻഡില്ല, ലോൺ എടുക്കാൻ താല്പര്യമില്ല, ഈ ഒരു സമയത്ത് ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യമില്ലാണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് എക്കണോമി റിവൈവ് ചെയ്ത് വരാതിരിക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ ഒരു സാധാരണ രീതിയിൽ RBIക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എക്കണോമി റിവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയൊരു ടൂൾ കിറ്റ് റിവൈവ് ചെയ്തിരിക്കുകയാണ്. എന്താ ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോ റേറ്റ്സ് ഡിക്രീസ് ചെയ്യാന്നുള്ളത്. സോ അങ്ങനെ പല ചേഞ്ചസ് ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് ഈ കോസസ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ എക്കണോമി പഠിക്കണം. +1 +2 10th +1 +2 എക്കണോമി ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാൽ മതി, ഈ കാര്യം മനസ്സിലാവും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോർ ദ ഡേയിലേക്ക് പോകാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. Article 24 of Indian Constitution says that no child below the age of 14 years shall be employed anywhere and no person below 15 to 18 shall be employed to work in any factory, mine or engaging in any hazardous employment. അടുത്ത രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇന്ത്യ ഹാസ് റാറ്റിഫൈഡ് ദ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻസ് ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ in 1992. സോ ഈ 2 പോയിന്റിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന് ആൻസർ അറിയുന്നവർ കമൻറ്റ് ബോക്സ് ചെയ്യുക. സോ താങ്ക് യു.